ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടുകയാണ് കേട്ടോ. പക്ഷെ അതൊരു കൽപ്പീര് കമ്പനി ആയിരിക്കും. അതൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഇതേ സമയത്തും മാറാതെ നിൽക്കുന്നത് നമ്മുടെ വിക്രമായിരിക്കും. അങ്ങനെ വിക്രമിനോടുള്ള ദേഷ്യം അച്ഛന് ഓരോ ദിവസവും ഇങ്ങനെ കൂടി കൂടി വരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് ചെല്ലുന്ന വിക്രം കാണുന്നത് കമലാമ്മയാണെങ്കിൽ തല ചുറ്റണ പോലെയും തലവേദനയൊക്കെ എടുത്ത് ആകെ ക്ഷീണിച്ചിരിക്കുന്നതാണ്. എന്താ അമ്മേ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലടാ, ചെറിയൊരു തലചുറ്റലോ അതെന്ത് പറ്റി? അത് പിന്നെ പ്രഷറിന്റെ മരുന്ന് തീർന്നിട്ട് കുറച്ച് ദിവസമായി, 2-3 ദിവസമായി. അതാ. എന്നാ പിന്നെ അമ്മയ്ക്കത് പറയത്തില്ലായിരുന്നോ? വാങ്ങിച്ചിട്ട് വരത്തില്ലായിരുന്നോ? അമ്മ ആ ടാബ്ലറ്റിന്റെ കവറിങ് എടുത്തേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതൊന്നും വേണ്ടടാ അമ്മ, അതിങ്ങ് എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അച്ഛൻ എവിടേക്ക് വരണതേ. അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാ ഇപ്പം നിനക്ക് അതിന്റെ കവറ്? നീ തന്നിട്ട് ഞങ്ങൾ തിന്നണ്ട. ഇനി അത് നീ തന്നിട്ട് തിന്നില്ലാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് സഹിച്ചു. എന്താ ചാച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മയ്ക്കൊരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ലേ? മരുന്ന് വാങ്ങിക്കാനുള്ള അവകാശം? നീ അവകാശത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. നീ ഈ വീട്ടിലെ ഒരു ഗുണ്ടയാണെന്ന് നിനക്കറിയാമല്ലോ. ഈ വീട്ടിൽ നീ വന്നു പൊക്കോട്ടെ എന്നൊരു മനസ്സാവും ഞാൻ കാണിച്ചത്. നിന്നെ ഇവള് പ്രസവിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അത് നീ മറ്റുള്ള കാര്യങ്ങൾക്ക് അവകാശമായിട്ട് എടുക്കണ്ട. നിന്നെ ഞങ്ങൾ മകനായിട്ട് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നീ വാങ്ങിച്ചു തന്ന് അവള് കഴിക്കണ്ട. അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞാനുണ്ട്. എന്താ കമലെ നീ എന്നോട് പറയാനത്? അത് പിന്നെ പെൻഷൻ പൈസ കിട്ടണമെങ്കിൽ ഇനി 2-3 ദിവസം എടുക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാഞ്ഞത്. അത് സാരിയില്ലല്ലോ, നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കത്തില്ലായിരുന്നോ? പെൻഷൻ പൈസ കിട്ടാൻ കുറച്ച് വൈകും എന്നൊക്കെ ഇങ്ങനെ അച്ഛനും പറയാണേ. അമ്മ ആ ടാബ്ലറ്റിന്റെ കവറിങ് എടുത്ത് തന്നെ എന്ന് പറയുമ്പോഴത്തേക്കിനും അച്ഛൻ പറയുന്നുണ്ട്, വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിന്റെ ഒരു ഇതും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അമ്മേ അച്ഛൻ പറയണൊന്നും അമ്മ കാര്യമാക്കണ്ട. എനിക്ക് ഇതിനുള്ള അവകാശം പോലും ഇല്ലേ. ഞാൻ അമ്മയുടെ മോനല്ലേ. അമ്മ എനിക്ക് ആ മരുന്നിന്റെ കവറിങ് കൊണ്ടുത്താ എന്നിങ്ങനെ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോനെ നിങ്ങളെല്ലാവരെക്കാട്ടിലും എനിക്ക് വലുത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിക്കാതിരുന്നാൽ അത് ശരിയാവില്ല. അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? അത് മാത്രമല്ല, എനിക്ക് അച്ഛനെ വെറുപ്പിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. സാരമില്ല മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാം, നീ പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പം അമ്മയ്ക്കും എന്നെ വേണ്ടല്ലേ മോനെ? അങ്ങനൊന്നും കരുതണ്ട നീ. അച്ഛൻ്റെ ദുർവാശയൊന്നും നീ അങ്ങ് കൂട്ടിയാൽ മതി. നീ ഒന്നും തോന്നരുത്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമലാമ്മ എണീറ്റ് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദ വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, കണ്ടോ, ഒരു മരുന്ന് വാങ്ങിച്ചു തരാൻ പോലും നിങ്ങളെ അനുവദിക്കുന്നില്ല. കാരണം എന്താ? ആ അച്ഛൻ്റെ ഹൃദയം അതുപോലെ തകർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ വിക്രമും അവിടേക്ക് വിഷ്ണുവിനും അവിടേക്ക് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ ചുറ്റും ഇരിക്കുകയാണ് കേട്ടോ ഹാളിൽ. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും തന്നെ സുഖമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും വിക്രം പറയുന്നത്, കണ്ടോ അമ്മയുടെ ഇരിപ്പ് കണ്ടോ, ആ മരുന്നിൻ്റെ ചീട്ട് തരാൻ പറഞ്ഞിട്ട് അമ്മ തരില്ല വിശ്വേട്ട നിന്നൊന്ന് പറഞ്ഞു നോക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വൻ പറയുന്നിട്ട്, അമ്മയുടെ മരുന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോടൊന്നും പറയില്ലായിരുന്നോ? ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരത്തില്ലായിരുന്നോ? അമ്മ ആ ചീറ്റിങ് തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. വേണ്ട മോനെ, അത് സാരമില്ല എന്നിങ്ങനെ വിഷ്ണുനും പറയാണേ. കമലാമ്മയും പറയാൻ കേട്ടോ. ശേഷം അപ്പം നന്ദിനി പറയുന്നുണ്ട്, വിശ്വേട്ടന് അമ്മയുടെ മരുന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്താൽ എന്താ വിശ്വേട്ടന് സംഭവിക്കുക? അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നന്ദിനിയേട്ടത്തി വിശ്വേട്ടനും വിക്രവും മാത്രമല്ല അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്, നിങ്ങളുടെ ഭർത്താവും കൂടിയാണ്. അതിനെ തവിട് കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല എന്ന് പറയുമ്പോൾ പിന്നെ നന്ദിനിയുടെ വായടയ്ക്കാണേ. എൻ്റെ പേരിൽ ആരും ഒന്നും വഴക്കൊന്നും ഇടണ്ട, എനിക്ക് മരുന്നും വേണ്ടാന്ന് പറയാൻ കേട്ടോ. ഉടനെ തന്നെ വിശ്വം പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ പറ്റില്ല, അമ്മ മരുന്നിൽ ചീറ്റിങ് കാണിച്ച് ഞാൻ വാങ്ങിച്ചിട്ട് വരാം, ഇതൊക്കെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ചീറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുകയാണ്. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ചോദിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് തരാൻ മടിയുള്ളൂ അല്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് വിക്രമും പോവുകയാണ് കേട്ടോ. അങ്ങനെ കമ്പനിയിൽ ചെന്നിട്ട് അഡ്വാൻസ് പൈസ വാങ്ങിച്ചിട്ടായിരിക്കും നമ്മുടെ വിശ്വൻ മരുന്നൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ, അമ്മയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇനി അച്ഛൻ്റെ ഷുഗർ ടാബ്ലറ്റൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, അതിലൊന്നും നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണ്ട, എല്ലാ മാസവും ഇനി ഞാൻ നിങ്ങൾക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് തരാമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമാണ്, എൻ്റെ മക്കളെ നീയലും ഒന്ന് ഉരുപ്പിടുമല്ലോ, ഇപ്പം എനിക്ക് അഭിമാനം തോന്നുന്നു. ഒരു പ്രഷറിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ടാബ്ലറ്റ് വാങ്ങിക്കുന്ന അത്ര വലിയ കാര്യവും അത്ര വലിയ ചിലവൊന്നും അല്ല. പക്ഷെ അത് എൻ്റെ മക്കളുടെ കയ്യിൽ നിന്നാകുമ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്, അതിൻ്റെ മനസ്സിനേറ്റ മുറിവിന് ഉണങ്ങാനാവുന്നുണ്ട് എന്നൊക്കെ പറയാനുണ്ടോ. ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ പറയാനുണ്ടോ.
ജനിപ്പിച്ചാൽ മാത്രം പോരല്ലോ, അവരെ നല്ല രീതിയിൽ വളർത്തുകയും വേണം. അതും ഞങ്ങൾ ചെയ്തു. പക്ഷെ അവർ തിരിച്ചു തരുന്നത് മാത്രം സങ്കടങ്ങളും അതുപോലെ തന്നെ നാട്ടിൽ തല പൊക്കി നടക്കാൻ പറ്റാത്തൊരവസ്ഥയുമാണ്. അങ്ങനെയുള്ള മക്കളൊക്കെ മരിച്ചു പോയി എന്ന് കരുതുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ കമലാമ്മയും കൂടി എണീറ്റ് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെ ഇരിക്കുകയായിരിക്കും നമ്മുടെ വിക്രം. ആ വിക്രമിനോട് പിന്നെയും ഓരോന്നിങ്ങനെ നമ്മുടെ വേദ പറയാണ്, അച്ഛൻ്റെ സങ്കടം കൊണ്ടാണ് പറയുന്നത്. അപ്പം അച്ഛൻ അത്രമാത്രം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം, നീ പറഞ്ഞു തന്നിട്ട് വേണ്ടടി എന്ന് പറഞ്ഞിട്ട് വേദയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അച്ഛൻ താഴെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ, ഇവിടെ ഇത് ചന്തയൊന്നുമല്ല, റോഡിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കണ പോലെ വീട്ടിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കരുത്, സൗണ്ട് ഉണ്ടാക്കേണ്ടവർ വെളിയിൽ പോയിക്കോണോ എന്ന് പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുന്നു കേട്ടോ. നീ കാരണമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേദയും അതുപോലെ തന്നെ വിക്രമും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയുടെ അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ നാളെ ഒരു പ്രത്യേക ചടങ്ങുണ്ട് അമ്പലത്തിൽ. അപ്പോൾ രാഹുകാലത്തിന് മുൻപ് ചെന്നിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്ത് അവിടെ ഒരു പെണ്ണിന് ഇന്നൊരു സാധനം കൈമാറണം എന്നൊക്കെ പറയാനും കേട്ടോ. അതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും, സങ്കടങ്ങളെല്ലാം മാറും, കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അപ്പം നീ അമ്പലത്തിൽ ചെന്നിട്ട് ആ വഴിപാടുകളും നേർച്ചയും ഒക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനും കേട്ടോ. ശരി അമ്മയെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വേദ അവിടേക്ക് പോകുകയാണ്. പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ കമലാമ്മ പറഞ്ഞ വേഗം ചെല്ല്, സമയം ഒരുപാടായി എന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് പോകും വഴിയായിരിക്കും വിക്രമിനെ വഴിയിൽ വെച്ച് കാണാനിടയാകുകയാണ് കേട്ടോ. അതായത് അമ്പലത്തിലേക്ക് പോയി ചടങ്ങുകളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ചിട്ട് തിരിച്ചെത്തുന്ന വേദയായിരിക്കും വിക്രമിനെ കാണുന്നത്. അപ്പോൾ വിക്രമാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വഴിയിൽ വെച്ച് തല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ തല്ലുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റബിളിന്റെ മകളെ ക്രൂരമായിട്ട് കൂട്ടുകാരും കൂടെ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊല്ലാറാക്കി ഇട്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ജീവൻ മാത്രം ബാക്കിയായി ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആ പെൺകുട്ടിയുടെ ഹോസ്പിറ്റലിൽ ഡോക്ടറോടൊക്കെ ചോദിച്ചപ്പോൾ ഇനി ഈ കുട്ടി ജീവിച്ചാലും നടക്കാനോ അതുപോലെ തന്നെ ഒന്നിനും ഈ കുട്ടിക്ക് തനിയെ ഒന്ന് എണീക്കാനോ ഒന്നിനും കഴിയില്ല, സംസാരിക്കില്ല, ആ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് അവന്മാരെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആ കോൺസ്റ്റബിൾ സഹായം ചോദിച്ചു വന്ന് നമ്മുടെ വിക്രമിന്റെ മുമ്പിലായതുകൊണ്ട് തന്നെ വിക്രമിന് ആകെ സങ്കടമാകുകയാണ് കേട്ടോ. സ്വന്തം പെങ്ങളെ അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കായി അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വിക്രമും കൂടെയുള്ള വിക്രമിന്റെ കൂട്ടുകാരും കൂടെ കരയി വരെ ചെയ്യുന്നുണ്ടോ. കാരണം അത്ര പരിതാപകരമായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ. അത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്കിത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാനാവില്ല, അവനെ കൊല്ലാതെ കൊല്ലണം, അവനും ഈ വേദന അനുഭവിക്കണം, അവൻ ഈ വേദന അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ആ ഒരു വെറിയോടെ ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ വിക്രമും കൂട്ടുകാരും കൂടെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭരണാധികാരിയുടെ മകനായിരിക്കും, അതുകൊണ്ട് നാട്ടിൽ നല്ല പേരും പെരുമയൊക്കെ ഉള്ള ഒരു ആളുടെ മകനും കൂടെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് വലിച്ചഴച്ച് അടിക്കുകയും റോഡിലേക്ക് ഓടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ റോഡിൽ ചെന്നിട്ട് അടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച വേദ കാണുകയാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെ ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞാലും വേദ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇത് വിക്രമിന്റെ മനസ്സിലൊരു നന്മയുണ്ടെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു വേദ. പക്ഷെ നടു റോഡിലെ ഈ വിക്രമിന്റെ പ്രഹസനം വേദയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സങ്കടം വിക്രമിനോട് ദേഷ്യം അത്രയും കാലം വിക്രമിനോട് തോന്നിയ ആ ഒരു സ്നേഹമല്ല ആ ഒരു നിമിഷത്തിൽ പൊലിഞ്ഞു പോകുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം ആ പയ്യനെ അടിച്ചു ഒതുക്കുകയാണ്. അങ്ങനെ അവനും ആ പെൺകുട്ടി കിടക്കണ പോലെ തന്നെ ഹോസ്പിറ്റലിൽ എല്ലുകളെല്ലാം ഞുറുങ്ങി കിടക്കാനുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആ പയ്യന്റെ അച്ഛനോട് പറയുന്നുണ്ട്, എല്ലുകളെല്ലാം ഞുറുങ്ങി പോയിട്ടുണ്ട്, എന്തൊരടിയാണെന്നറിയില്ല, എന്തോ ഒരു വൈരാഗ്യം വെച്ച് തീർക്കണ പോലെ ആയിരിക്കും, ഇനി ഈ പയ്യൻ എണീറ്റ് നടക്കാൻ കഴിയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അതുപോലെ നട്ടലിനൊക്കെ ക്ഷതമേറ്റിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ പോലീസിൽ കേസൊക്കെ ആവുന്നുണ്ട്. ശേഷം വേദ വീട്ടിലേക്ക് വന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയിരുന്നു എന്ന്. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ ബ്ലഡ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയ്യിലോട്ട് നോക്കണം. അപ്പോൾ കമലാമ്മ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ കയ്യില്, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് നടു റോട്ടിലിട്ട് ഒരുത്തനെ തല്ലി ചതയ്ക്കായിരുന്നു, ആ പാവത്തിനെ തല്ലി ചതച്ച് ഇനി കൊന്നോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് നിനക്കെന്താ, ഞാൻ കൊല്ലും, ചിലപ്പോൾ കൊല്ലാതിരിക്കും, കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാന്നൊക്കെ പറയുമ്പം അച്ഛന് പറയാണ്, ഓഹോ അപ്പോൾ ഗുണ്ടായിസം ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ, ഒരുത്തനെ കൊല്ലുക അല്ലേ, അപ്പം ഗുണ്ട എന്നുള്ള പേര് മാറ്റി ഇനി കൊലപ്പുള്ളി എന്നുള്ള പേരാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിന്റെ പുറപ്പാടല്ലേ. വേദേ, നീ കുറെ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് പിടിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തല്ലോ, ഇപ്പം നിനക്ക് എന്ത് പറ്റി തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ശരിയാണ് അച്ഛാ, ഞാൻ അച്ഛന് മുമ്പിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെയുടെ മനസ്സിലെ ക്രൂരതകൾ, ഒരു പെൺകുട്ടികളെ
ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പെരുമാറുകയോ ചെയ്യാത്ത ഒരു ഹൃദയം ഇയാൾക്കുള്ളത് കൊണ്ട് ഇയാളുടെ ശുദ്ധനാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇയാളുടെ മനസ്സ് കൊടും വിഷമാണെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ കമലാമ്മയും ഒക്കെ കൂടി എല്ലാവരും കരച്ചിലും അതുപോലെ തന്നെ വിക്രമിനെ ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രം ദേഷ്യത്തോടെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ കമലാമ്മ ചോദിക്കുന്നത് എന്തിനാണ് നീ അങ്ങനെ ചെയ്ത്? അതെനിക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്ന കാരണമൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രം പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വേദയും ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് വിക്രമിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് പറയാണ്, എടാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ പേര് സാക്ഷി പറയാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഈ കേസ് അങ്ങ് ഒതുങ്ങിപ്പോക്കോളും, നീ പേടിക്കണ്ട, നമ്മുടെ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല ദേഷ്യം വരികയാണേ. വേദയാണെങ്കിൽ എന്നിട്ട് തീരുമാനിക്കുകയാണ് വിക്രമിനെതിരെ കേസ് കൊടുക്കണമെന്ന് തീരുമാനിച്ച് വിക്രമിനെതിരെ സാക്ഷി പറയാനും കേസ് കൊടുക്കാനും വേദ പോകുകയാണ് കേട്ടോ. അത് എന്നിട്ട് വേദ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കിനും കമലാമ്മ ഇങ്ങനെ പോലീസ് കേസായി എന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നു നീ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പൊ നീ കേസ് കൊടുക്കാൻ പോയതാണെന്ന് നന്ദിനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ, കേസും കൊടുത്തു, സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വന്നേന്ന് പറയാനേ. അപ്പൊ കമലാമ്മ നീ എന്തിനാടി ഇങ്ങനെ എന്റെ മോനോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ അർഹതപ്പെട്ട ശിക്ഷ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, അല്ലാതെ മറ്റൊന്നിനും അല്ലാന്ന് പറയുമ്പോഴത്തേന് അർഹതപ്പെട്ട ശിക്ഷയോ? ഇനി അവന് ജീവിതകാലം ആരെയും കാണാൻ കഴിയൂ? ഇനി അവന്റെ ജീവിതം തൊലച്ചില്ലേ? നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ആകെ അങ്ങ് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ വേദയും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വേദയാണെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ മുൻപോട്ട് പോകുകയാണ് കേട്ടോ. വേദ എന്നിട്ട് തീരുമാനിക്കുകയാണ് എന്തായാലും അർഹതപ്പെട്ട ശിക്ഷ വിക്രമിന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. എന്നാൽ കമലാമ്മയ്ക്കാണെങ്കിൽ വേദയോട് അത്രയും നാൾ തോന്നിയ ആ ഒരു സ്നേഹവും മകളോട് തോന്നിയ വാത്സല്യം എല്ലാം വിട്ടിട്ട് കമലാമ്മയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന്